ഓം ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭാവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം, ഏത് പ്രവൃത്തിക്കും ഒരു ഉദ്ദേശം വേണം. പ്രിയരെ, 1928 ഗുരു ശിവഗിരി തീർത്ഥാടന സങ്കല്പം വെളിപ്പെടുത്തുന്നതിനിടെ പറഞ്ഞതാണിത്. കുമാരൻ ഒരു വലിയ തറവാട്ടിലെ കാര്യസ്ഥന്റെ സഹായിയായിരുന്നു. ഒരു ദിവസം രാത്രി തറവാട്ടിലെ മൂത്ത കാരണവർ കാര്യസ്ഥനെ വിളിച്ച് നാളെ രാവിലെ കൊല്ലത്തു പോകണം എന്ന് പറഞ്ഞു. കാര്യസ്ഥൻ അപ്പോൾ തന്നെ തന്റെ സഹായിയായ കുമാരനെ വിളിച്ച് രാവിലെ വരണമെന്നും കൊല്ലത്തു പോകണമെന്നും അറിയിച്ചു. പിറ്റേന്ന് പുലർച്ചെ തന്നെ കാര്യസ്ഥനും കുമാരനും കൂടി കൊല്ലത്തു പോവുകയും തിരിച്ച് തറവാട്ടിലെത്തുകയും ചെയ്തു. ഈ നേരം അക്ഷമനായി നിൽക്കുകയായിരുന്ന മൂത്ത കാരണവർ ദേഷ്യമടക്കാനാവാതെ ശാസിച്ചുകൊണ്ട് കാര്യസ്ഥനോട് ചോദിച്ചു, രാവിലെ കൊല്ലത്തു പോകണമെന്ന് ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതല്ലേ, പിന്നെന്താ ഇത്രയും വൈകിയത്? കാര്യസ്ഥൻ, അങ്ങ് ദേഷ്യപ്പെടേണ്ട, രാവിലെ തന്നെ ഞാൻ കൊല്ലത്തു പോയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ മാത്രമല്ല, ഈ കുമാരൻ കൂടി എന്നോടൊപ്പം വന്നിരുന്നു. രാവിലെ വലിയ എന്തോ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് കൊല്ലത്തു പോകണമെന്ന് ഒരു മുന്നറിയിപ്പ് മൂത്ത കാരണവർ നൽകിയിരുന്നത്. കൊല്ലത്ത് എന്തിനാണ് പോകുന്നതെന്ന് ചോദിക്കാതെയും അറിയാതെയും മറ്റൊരാളെയും കൂട്ടി പോയി വന്ന കാര്യസ്ഥനെ പോലെ ധാരാളം പേരുണ്ട്. ഇത്തരത്തിൽ വ്യക്തമായ ഒരു ഉദ്ദേശം കൂടാതെയുള്ള ഏതൊരു പ്രവൃത്തിയും ജീവിതത്തിൽ നഷ്ടത്തിന് കാരണമായി തീരും. മാത്രവുമല്ല, അത് നമ്മെ അലസനാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഏത് പ്രവൃത്തിക്കും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. സ്നേഹപൂർവ്വം, രഞ്ജൻ, കയനാടത്ത്.